ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫുൾ ഡേ വ്ളോഗാണ്, രാവിലെ മുതൽ രാത്രി വരെ. ഇന്നലെ ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ ഒരു വ്ളോഗൊന്നും ഞാൻ ഇടലില്ല, പക്ഷേ ഈ ഒരു വ്ളോഗ് മസ്റ്റായിട്ട് നിങ്ങൾക്കെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ ഞാൻ മോർണിംഗ് വ്ളോഗാണ് ചെയ്യല്. മക്കൾ സ്കൂളിൽ പോകുന്നതും അവരെ കൊണ്ടുപോയി വിടുന്നവരെയാണ് ചെയ്യല്. അതിന് ശേഷമുള്ളതൊന്നും പിന്നെ ഞാൻ കാണിക്കലില്ല, കാരണം ടൈം കിട്ടലുമില്ല, ഭയങ്കര റിസ്ക് ആണ് ഇങ്ങനെയുള്ള ഫുൾ ഡേ വ്ളോഗ് ചെയ്യലേട്ടാ. പക്ഷേ ഞാൻ ആ റിസ്ക് ഇന്നങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത് മുട്ടച്ചാറാണ്, മുട്ടക്കറി എന്ന് പറയും. അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, തേങ്ങ അരച്ചിട്ടാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ ഒറോട്ടിയും മുട്ടച്ചാറ് എന്നുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഈ ഒരു മുട്ടച്ചാറ് നമ്മൾ മാത്രം സ്പെഷ്യലാന്ന് തോന്നുന്നു കേട്ടോ. കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ള പോലെ നിങ്ങൾ ഇത് ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. കണ്ണൂരുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സോറി കണ്ണൂർ മാത്രമല്ല കേട്ടാ, കോഴിക്കോട് ജില്ലക്കാർ, അതായത് നാദാപുരം ഭാഗത്തുള്ളതെല്ലാം ഇത് ഉണ്ടാക്കും കേട്ടാ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാൻ മക്കൾ കഴിക്കൂല എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതുവരെ ട്രൈ ചെയ്യാത്തതാണ് ഈ ഒരു കോമ്പിനേഷൻ, പക്ഷേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ലഞ്ചിനും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡാണ്. അതിൻ്റെ കൂടെ ഈ ഒരു മുട്ടച്ചാറ് നല്ല കുതിർത്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് കാണും പോലെ ഒന്നല്ല, എരിവ് ഉണ്ടാവും കേട്ടോ, കാരണം നമ്മൾ പച്ചമുളക് കൂടുതലിടും. പിന്നെ അത് നന്നായിട്ട് അതിൽ ചീക്കുക എന്ന് പറയും, അതിലിങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കാന്താരി മുളക്. ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ മക്കളെ സ്കൂളിൽ കൊണ്ടായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, അമ്മന് പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോൾ ഞാനത് കാണിക്കുന്നത് ആ ഒരു ടൈമിന് വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം ഇടയ്ക്ക് എന്നോട് മറന്നു പോകും, പിന്നെയും ഞാൻ പിന്നെയും സ്റ്റാർട്ടാവും, അങ്ങനെയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ലാസ്റ്റ് എടുത്തതാണ്, പ്രത്യേകിച്ചിട്ട് ഫുൾ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇപ്പം കാണിക്കാൻ കാരണം ഇതിൽ മുന്നത്തെ ഞാൻ ഓൺലൈൻ ഷോപ്പിങ്ങിൽ കാണിച്ചതാണ് ഈ ഒരു ഐറ്റം. അന്നേരം അത് അവിടെ തന്നെ വെച്ചോട്ടെ, കാരണം സ്കൂൾ കൊണ്ടാക്കുക, തിരക്ക് പിടിച്ചിട്ട് കൊണ്ടാക്കുക, അന്നേരം ഇത് ഫിറ്റ് ചെയ്യുന്നൊന്നും പറ്റൂല. ഞാൻ ആദ്യം ഇത് മാഗ്നറ്റ് ആണെന്ന് വിചാരിച്ചിട്ടുള്ളത്, പക്ഷേ ഇത് അടിയിൽ സ്റ്റിക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ നല്ല ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ പൈസയേ ഉള്ളൂ, 126 ഇപ്പോൾ ഉള്ളത്. ഞാൻ മേടിക്കുന്ന സമയത്ത് 163 43 അങ്ങനെയാണേനും, പക്ഷേ ഇപ്പം വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ ഇടയിൽ മീനും കൊണ്ട് ആൾ പോകുന്നുണ്ടേനും. അപ്പം അങ്ങനെ ഞാൻ ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. 1 കിലോന് 150 രൂപയാണ്. അയാളടുത്ത് ചെമ്മീനും കൂന്തലും മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ട് ടെറസിൻ്റെ മുകളിലാണ് കയറിയിട്ടുള്ളത്. സാധാരണ ഇങ്ങനൊരു പതിവില്ല, ഫുള്ള് കച്ചറിയായിട്ടുള്ളത്. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ മടിയാവും, പ്രത്യേകിച്ച് നമ്മളെ കൊല്ലുന്നൊരു സാധനമാണ് മടി. പിന്നെ അത് മാത്രമല്ല, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടേനും, ഇന്നും ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ചെറുതായിട്ടൊരു മഴ പാറുകയെന്ന് പറയും, അതുപോലെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ കാട് പിടിച്ചിട്ടുള്ളത്. വീടിൻ്റെ താഴെയും ഞാൻ വന്നപാടന്നെ ഫുള്ള് ക്ലീൻ ആക്കിയതാണ്. ഇപ്പം 2 മാസമായി വീണ്ടും അത് പുല്ലെല്ലാം മുളച്ചിട്ടുള്ളത്. ഞാൻ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ ഫുൾ അലങ്കോലാക്കിയിട്ടാണ് ഉണ്ടാവുക. അതൊക്കെ ക്ലീൻ ആക്കലും പാത്രം കഴുകലും അങ്ങനെയെല്ലാം പിന്നെ ഉച്ചക്കത്തെ പരിപാടിയല്ലേനും. പക്ഷേ ഇന്ന് അതെല്ലാം മാറ്റി വെച്ച് നേരെ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളത്, അടുക്കളത്തെ ഭാഗത്തേ പോയിട്ടില്ല. അപ്പം ഞാൻ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത് ഈ ഒരു ചൂല്, ബ്രഷ്, പിന്നെ റെഡ് കളറിലെ ഹാർപ്പിക്കാണ്. ഇത് ഞാൻ ബാത്റൂം ക്ലീൻ ആക്കാനെല്ലാം സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്. ബ്ലൂവിനെക്കാട്ടും നല്ല തന്നെ റെഡ് കളറാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഹാളിലുള്ള ബേസും പിന്നെ ക്ലോസറ്റും അതെല്ലാം ഞാൻ ഈ ഒരു റെഡ് കളറിലെ ഹാർപ്പിക്ക് കൊണ്ടാണ്, നന്നായിട്ട് ക്ലീൻ ആവും. കുറച്ച് നേരം അത് ഒഴിച്ചതിന് ശേഷം വെച്ചിട്ട് പിന്നെ ക്ലീൻ ആക്കിയാൽ മതി. ഞാനിപ്പം കണ്ട ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കുക ചെയ്യൽ. പണ്ടെല്ലാം ഇതുപോലെ ടെറസെല്ലാം കച്ചറയായി കഴിഞ്ഞാൽ സെബീനപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെക്കും, എന്നിട്ട് ക്ലീൻ ആക്കും കേട്ടോ. ആ ഒരു സെബീനപ്പൊടിയും വെണ്ണീറും ഉപയോഗിച്ചിട്ടാണ് മൺകലയെല്ലാം പണ്ടെല്ലാം തേച്ച് ചെയ്യല്. പണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്യലേനും ഇപ്പം അങ്ങനെ ചെയ്യുന്ന പോലെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാനത് ചെയ്യലില്ല, അതുകൊണ്ടാണ് ഞാൻ പണ്ടെന്ന് പറയാൻ കാരണം. ഞാൻ ചെറുപ്പത്തിലെല്ലാം അങ്ങനെയാണ് ചെയ്യൽ, അതാണ് ഞാൻ പറഞ്ഞത്. കൈമേൽ ചേറാവും കേട്ടോ ഈ തേച്ച് ചെയ്യാൽ. അപ്പോൾ ഉമ്മ അലക്കിയിട്ടാണ് സ്കൂളെല്ലാം പറഞ്ഞേക്കുക, അപ്പം നമ്മുടെ നഖയെല്ലാം ക്ലീൻ ആവും. എൻ്റെ ഉമ്മാൻ്റെ സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണത്. എന്തെങ്കിലും പണിയെടുപ്പിച്ചിട്ട് സ്കൂളെല്ലാം പറഞ്ഞേക്കണ്ടേ, പിന്നെ ഒന്നും ഇല്ലാണ്ട് മടിച്ചായി പോലെ, അതിനാണ് ഉമ്മ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടാ, ഞാൻ കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് തന്നെ അമ്മായിമാരും ഉമ്മാമ്മയും എല്ലാവരും ഉണ്ട് കേട്ടാ. അപ്പോൾ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല, കാരണം ഓര് രാവിലെ എണീച്ച് ചെയ്യുന്നതാണ് ഇതെല്ലാം. പക്ഷേ ഉമ്മാക്ക് പേടിയാണ്, കാരണം അരൻ്റെ അടുക്കളയിൽ പോകണ്ടല്ലേ എന്നാ പറയുക, പണ്ട് മംഗലം കഴിച്ച് പോകേണ്ടതല്ലേ, അപ്പം പണിയൊന്നും അറിയാണ്ട് അയിപ്പോളിന്ന് വിചാരിച്ചിട്ട് ഉമ്മ എന്താക്കും, ഇങ്ങനെയുള്ള പണിയെല്ലാം എടുപ്പിക്കും കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടാക്കൽ ആ ഭാഗത്തേ പോകണ്ടില്ല, അവിടെ മെയിൻ ഷെഫ് ഉമ്മാമയാണ്. പിന്നെ ഹെൽപ്പേഴ്സായിട്ട് അമ്മായിമാരും ഉമ്മയെല്ലാം കേട്ടോ. അപ്പം എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും എൻ്റെ അവിടെ ഉച്ചക്ക് ഫുഡും അങ്ങനെയെല്ലാം ഉണ്ടാകും. പള്ളി ഏരിയത്തുണ്ടായതുകൊണ്ട് ഉസ്താദിന് ഫുഡ് എൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ കഴിക്കുക എന്നല്ലാണ്ട് പിന്നെ വേറൊന്നും ചെയ്യണമെന്നില്ല. അതിൻ്റെ ഇടയിൽ ചൂല് ഉപയോഗിച്ച് കുറച്ച് നേരം ഒന്ന് ഉരച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, കാരണം ചെറുതായിട്ട് മഴ വാർന്നുണ്ട്. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡെല്ലാം ഞാൻ അങ്ങനെ ഉപയോഗിച്ചതേനും ഒന്നും ആയിട്ടില്ലേനും അവിടെ
ഇതുപോലത്തെ പൂപ്പലും കാര്യങ്ങളൊന്നും ഇല്ലാലും. പിന്നെ ഇത് മൊത്തത്തിൽ പൂപ്പൽ കെട്ടിയിട്ടുള്ളത്, പ്രത്യേകിച്ച് വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് അതെല്ലാം ഫുൾ പൂപ്പൽ കെട്ടിയിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഇതൊരു കുമിറലുണ്ടാവും നമ്മുടെ വീടിനെല്ലാം ഈ മഴ പെയ്യുന്ന സമയത്തെല്ലാം. പിന്നെ ഈ ഒരു സംഭവം എന്തെങ്കിലും അവർ വായിച്ചോട്ടെ, അങ്ങനെ ഞാൻ പണ്ട് വാങ്ങിക്കൊടുത്ത ബാലഭൂമി, കുടുംബം, കുരുന്നുകൾ ഇതെല്ലാം ഞാൻ പണ്ട് അമ്മന് വാങ്ങിച്ചു കൊടുത്തതാണ്. അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടേനുള്ളത്. പിന്നെ അലറച്ചില്ലറ ബുക്സ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ഇതെല്ലാം വേസ്റ്റാണ് കേട്ടോ. ഇതൊന്നും വായിക്കലേ ഇല്ല. പ്രത്യേകിച്ചിട്ട് കളിക്കുക അങ്ങനെയെല്ലാം ആണെങ്കിലും റീഡിങ് തീരെ കുറവാണ്. കാരണം ഇപ്പോൾ ടി വി ഉണ്ട്, ടി വിയിലെല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം കഥ ബുക്ക് ഒന്നും നമ്മൾ വായിക്കണമെന്നില്ലല്ലോ, ടി വിയിലുണ്ട്. പക്ഷേ അതൊന്നും അവർ സെർച്ച് ചെയ്യുകയില്ല, അവർക്ക് കാർട്ടൂൺ കാണും. പിന്നെ ചെറുതായിട്ട് ഇപ്പം സ്കൂളിൽ നിന്ന് ലൈബ്രറി എടുക്കുന്നുണ്ട് മക്കൾ ചെറുത്, അത് ഇംഗ്ലീഷ് സ്റ്റോറിയെല്ലാം വായിക്കുന്നത്. മലയാളം വായിക്കൽ തീരെ കുറവാണ്. ഞാനെല്ലാം ഉണ്ടല്ലോ എത്ര ബാലരമ്യ എത്ര ബാലഭൂമിയ എന്നിട്ടും മതിയാവായിട്ട് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് വായിക്കും. അത് 2 ദിവസം വേണ്ട, അതിൽ മുന്നേ ഞാൻ കൊടുത്ത് വീണ്ടും ബുക്ക് വായിക്കും. അങ്ങനെ പുസ്തകം വായിക്കും. ഞാനും കണക്കാണ്, ഹസ്ബൻഡും കണക്കാണ്. പക്ഷേ ഇവർ അന്നത്തെ ടൈമിന് പിന്നെ അങ്ങനെയാണല്ലോ, കൂടുതൽ നമുക്ക് ബുക്ക് തന്നെയാണല്ലോ വായിക്കാൻ കിട്ടുക. ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെ കുറേ ബുക്ക് വായിക്കും. ആകെ അത്രയും ആ ടൈമിന് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ബുക്ക് മാത്രമല്ല കേട്ടോ, പണ്ടുള്ള പുസ്തകങ്ങൾ വരെ ഉണ്ട് കേട്ടോ. ഒന്നും ഞാൻ കളയൂല. ഇവിടെയുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടാക്കും. പിന്നെ ഇതുപോലെ തട്ടുമ്മലും വെക്കും കേട്ടോ, ചെറിയ മക്കൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ച്. പക്ഷേ അവരെ ടൈമിന് അതാണെങ്കിൽ ഓർമ്മയും ഉണ്ടാവില്ല. പിന്നെ അവർ സ്കൂൾ മാറുന്നതുകൊണ്ട് തന്നെ ആ ഒരു സിലബസ് വേറെ സ്കൂൾ മാറ്റാണല്ലോ ഉണ്ടാവുക. CBSE ആണെങ്കിലും ഓരോ സ്കൂൾ വേറെ വേറെ പുസ്തകങ്ങളാണ് ഉണ്ടാവുക. പിന്നെ UAE നിന്ന് നമ്മൾ പുസ്തകം എടുക്കുകയില്ല, എന്തായാലും വെയിറ്റ് കൂടുതലാണ് ഉണ്ടാവുക, അതവിടെ വെക്കും. ഇനി ഇതെല്ലാം ഞാൻ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്നല്ല, ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ആക്രിക്കാർക്കില്ലേ, അങ്ങനെ ഞാൻ ഇതൊന്നും വേണ്ടാത്തതാണ്. പ്രത്യേകിച്ച് അവർക്ക് അസൈൻമെൻറ്റ് ചെയ്യാനെല്ലാം പറ്റിയ ഫോട്ടോസിലുള്ള പുസ്തകങ്ങളുണ്ട്, അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുന്നേ അസൈൻമെൻറ്റ് ചെയ്തതും അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ മക്കൾക്ക് ഉപകാരമാവല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതെല്ലാം അവരെ മുന്നത്തെ ബാഗാണ്. പ്രത്യേകിച്ച് ഗേൾസ് സ്കൂളിൽ പോകുന്ന ടൈമിന് ഇങ്ങനത്തെ ബാഗെല്ലാം കാണുമ്പം ഒന്നും തിരിയില്ല കേട്ടോ. പിന്നെ അവന് പാരാജോണിൻ്റെ ബാഗിനെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കൽ. ഇപ്പം ഗേൾസും അത് തന്നെയാണ് ഉപയോഗിക്കൽ. നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് പാരാജോണിൻ്റെ ബാഗ്, അത് നെസ്റ്റോന്നാണ് അധികവും മേടിക്കൽ. പിന്നെ ഈ ഒരു തട്ടെല്ലാം ഫുള്ള് കുറേ വേണ്ടാത്ത സാധനങ്ങളാണ് ഉള്ളത്. കളിക്കുന്ന സാധനം തന്നെ പൊട്ടിയതുണ്ട്. ഇത് മുന്നത്തെ കിറ്റാണ്, ഇതൊന്നും വേണ്ടിയില്ല. വെറുതെ വേണ്ടാത്ത സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കാറ്റിയിട്ട് സ്ഥലം മുടക്കുമെന്നറിയില്ലേ, അതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഇവിടെ അങ്ങനെ കാരലേ ഇല്ല. പ്രത്യേകിച്ച് അലക്കിയിട്ട് ആലുമല ആറിയുടെ മാത്രമാണ് മേലെ കാരലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഇപ്പം ഇന്ന് നല്ല സുഖമായിട്ട് സമാധാനത്തിൽ വന്ന് നോക്കുന്നതാണ്. മക്കളുണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും നേരെ ഉണ്ടാവില്ല. പിന്നെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ സമയം കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മടിയാണ്. താഴെ ഫുള്ള് ഇവർ പോയി കഴിഞ്ഞാൽ വലിച്ചിട്ടതും എല്ലാം ഉണ്ട്, അതെല്ലാം വൃത്തിയാക്കി വരുമ്പോഴത്തേക്ക് തന്നെ അവരെ സ്കൂളിൽ നിന്ന് കൂട്ടേണ്ട ടൈമാവും. പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിലേ ആയി പോകുന്നതാണ്. നാളെ ചെയ്യാം നമ്മൾ അന്നേരം ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം അന്നേരം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലതാണ്. അത് എന്നോട് തന്നെ ഞാൻ പറയുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ പുസ്തകങ്ങൾ സ്റ്റോർ റൂമിൽ ഒരു ബാഗ് നിറച്ചും വേറെയും ഉണ്ട് കേട്ടോ പുസ്തകങ്ങൾ. പിന്നെ ഞാൻ മെയിനായിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് മദ്രസയിലെ പുസ്തകങ്ങൾ കിട്ടിയിട്ടുണ്ട്, അമ്മൻ്റെതും മോളതെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, കാരണം എന്തായാലും അത് മാറുമൊന്നുമില്ല. അപ്പം ചെറിയ മക്കൾക്ക് വീണ്ടും അവർ എത്തുന്ന ടൈമിന് ആ ബുക്ക് ഉപയോഗിക്കാം. പിന്നെ ഗൈഡും ഉണ്ട്, ലിസാൻ്റെതാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കൊടുക്കൽ. അപ്പം അതും ഉണ്ട്, അതെന്തായാലും അറബിയുണ്ട്, ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. പിന്നെ കുറേ സാധനങ്ങൾ ഈ കബേർഡിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം എങ്ങനെ വന്ന് ഞാൻ തന്നെ വെച്ചതാണോ എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ട്. പിന്നെ ഒന്നും ആയിപ്പോലെ ഇങ്ങനെ തന്നെ വെക്കല്. ഹൗസ് വാമിങ്ങിന്റെ സമയത്തുള്ള സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഫ്രെയിം കോണി കയറുന്നതിന്റെ മുകളിൽ വാളുള്ളതാണ്. അപ്പൊ അതിന്റെ സ്റ്റിക്ക് ഇളകി പോയിട്ട് വീണതിന്, അപ്പം ഞാൻ അതും ഇതിന്റെ ഇടയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാർ സീറ്റ് ഇട്ട സമയത്തുള്ള കാറിന്റെ ചില പാർട്സുകളാണ് ഇവിടെ ഉള്ളത്. സാധാരണ ഞാൻ ഇങ്ങനെയുള്ള പണിയെല്ലാം എടുക്കുമ്പം മക്കളെയും കൂടി വിളിക്കും കേട്ടോ. പക്ഷേ ഇപ്പം അവർക്ക് ഒട്ടും ടൈമില്ല, മദ്രസയിൽ പോകണം, സ്കൂളിൽ പോകണം. അത് കഴിഞ്ഞിട്ട് അമ്മനിപ്പോൾ ട്യൂഷന് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നേരമല്ലേ കളിക്കാനുള്ളൂ, രാത്രി പഠിക്കണം, ഒട്ടും ടൈമില്ല. പിന്നെ ഈ ഒരു പേപ്പറെല്ലാം മുന്നത്തെ പേപ്പറാണ്, ഇതെല്ലാം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ കുറച്ച് പേപ്പർ ഇവിടെ ഉള്ളത് നല്ലതാണ്, എന്തെങ്കിലും ക്ലീൻ ആക്കുന്ന ടൈമിനെല്ലാം ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാനുണ്ടല്ലോ ക്ലീൻ ആക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എല്ലാം ചെയ്യണമായിരിക്കും, എല്ലാം കൂടി അങ്ങ് വലിച്ചിടും കേട്ടാ. പിന്നെ ഞാൻ നേരെ റൂമിൽ വന്നിട്ട് ഈ ഒരു അളമാറ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യില്ല. അപ്പം താഴത്തുള്ള സാധനങ്ങളെല്ലാം മുകളിൽ കൊണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വാട്ടർ ബോട്ടിൽ മക്കത്തുനിന്ന് മേടിച്ചതാണ്, മക്കത്തോ അല്ലെ മദീനത്തോ. അപ്പം ഇവരെ പേരെല്ലാം എഴുതിയിട്ടുള്ളതാണ്, 4 ആളുടെ പേരും എഴുതിയിട്ടുള്ള വാട്ടർ ബോട്ടിലാണ്. പക്ഷേ ഇത് ഇവർ വേഗം പോക്കിക്കളി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കൊടുത്തു.
കൊടുത്തിട്ടില്ല, വേറെ വാട്ടർ ബോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഗേൾസിന് ഇട്ട് കൊടുക്കുന്നതാണ്. 3 ആൾക്കും യൂണിഫോമിൻ്റെ അടിയിൽ നമ്മൾ വെസ്റ്റ് ഇട്ട് കൊടുക്കുമല്ലോ. അപ്പം ഞാൻ യങ് ലൈഫിൻ്റെതാണ് വരുമ്പോൾ വാങ്ങിച്ചതാണ്. നെസ്റ്റോ എന്നാണ് മേടിക്കൽ. അതുപോലെ തന്നെ ബോയ്സിനും അങ്ങനെ തന്നെയാണ്, യങ് ലൈഫ് തന്നെയാണ് ഉപയോഗിക്കൽ. പിന്നെ മെയിനായിട്ട് താഴെ സ്ഥിരം ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് മാത്രം താഴെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങുന്ന വീഡിയോ എല്ലാം ഞാൻ ഷോപ്പിംഗ് വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടേനും യുഎയിലുള്ള സമയത്ത്. ഇത് പാകിസ്ഥാനി ബെഡ്ഷീറ്റാണ്. ഇവിടെയുള്ള ബെഡ്ഷീറ്റ് എല്ലാം അവിടെ തന്നെയാണ് വാങ്ങൽ. അത് അടിച്ച് നല്ല വൃത്തിക്ക് തരുക കേട്ടോ. തലക്കാണി കവർ വരെ അടിച്ചിട്ടാണ് അവർ തരുക. അപ്പം ഞാൻ ആ ഒരു വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ കാണാത്തലുണ്ടെ കണ്ടോക്ക്. ഈ ഒരു റൂം അലങ്കോല. മെയിൻ കാരണം മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് നേരെ ഇവിടത്തേക്ക് വരും. പിന്നെ ഒന്നും ഞാൻ കാണലേ ഇല്ല. ടോയ്സ് എല്ലാം വലിച്ചിട്ട് കാർഡ്ബോർഡെല്ലാം ഇട്ടിട്ട് അതിൽ നിന്നെല്ലാം ഇവർ കളിക്കൽ. പിന്നെ ആകെ വൃത്തികേടായിട്ടാണ് ഉള്ളത്. പൊടിയലായിട്ട് നിലത്തുനിന്നാണ് എനിക്ക് ഈ ടോയ്സ് എല്ലാം കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ വാൾപേപ്പർ ഞാൻ ചൈന മാളിൽ നിന്ന് ഹസ്ബൻഡ് മേടിച്ചതാണ് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത്. അതേപോലെ ഹാളിലുള്ള വാൾപേപ്പർ എല്ലാം മേടിച്ചതാണ്. ഇപ്പം 5 വർഷമായി. ഇവിടുത്തെ ഒന്നും ആയിട്ടില്ല. ഒരു വിധം എന്ന് പറയാം, ഒരു വിധം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ടെറസിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടാ. ഞാൻ വെള്ളം ഒഴിക്കണമെന്നില്ല, മഴ പെയ്തുകൊണ്ട് തന്നെ ആ വെള്ളമെല്ലാം ടെറസിൽ വീണിട്ടാണുള്ളത്. ഫുൾ ടൈം മഴ അല്ലാണ്ട് രാവിലെ പെയ്യും ഉച്ചക്ക് പെയ്യൂല, അങ്ങനെ അല്ലാണ്ട് ഇപ്പം മഴ പെയ്യുന്നത്. ഇപ്പം ഞാൻ കൊണ്ടുവന്ന ഈ ഒരു സാധനങ്ങളെല്ലാം 2 ആൾക്ക് കരാട്ടക്ക് കിട്ടിയതാണ് കേട്ടോ. യെല്ലോ ബെൽറ്റ് ഉണ്ട്, ഗ്രീൻ ബെൽറ്റ് ഉണ്ട്, റെഡ് ബെൽറ്റ് ഉണ്ട്, ഓറഞ്ച് ബെൽറ്റ് ഉണ്ട്. സ്കൂളിൽ നിന്ന് വീക്കെൻഡിലുള്ള ക്ലാസ്സിനും അതുകൊണ്ട് തന്നെ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എക്സാം ഉണ്ടാകുന്നതാണ്. പിന്നെ മോള് യുഎന്ന് സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എക്സാം എഴുതിയിട്ടില്ല. ഈ ബ്ലാക്ക് ബെൽറ്റ് കിട്ടണമെങ്കിൽ ഇനിയും എത്ര കടമ്പകൾ കടക്കണമെന്ന് അറിയില്ല. ഇനിയും ഇൻഷാല്ലാ ചേർത്തണമെന്നുണ്ട്. കരാട്ട ഇതെല്ലാം പെൺകുട്ടികളെല്ലാം പഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാൻ്റെ ടെറസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും, ആദ്യത്തെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വാഷ് ബേസ് വൃത്തികേടായിട്ടുണ്ട്. അപ്പം അതും കൂടി ക്ലീൻ ആക്കാം. പ്രത്യേകിച്ച് വൈറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം കച്ചറിയാകുന്നുണ്ട് കേട്ടോ. അതുപോലെ ഗ്ലാസ് എല്ലാം ഞാൻ ക്ലീൻ ആക്കൽ ഈ കോളിൻ്റെ ഗ്ലാസ് മൾട്ടി സർഫസ് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. ഇന്നേത് കമ്പനി അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ബോട്ടിൽ ഈ ഒരു ലിക്വിഡ് കണ്ട ഗ്ലാസ് ക്ലീനറിന് കണ്ടു കഴിഞ്ഞാൽ ഞാനിത് മേടിക്കലാണ്. മെയിനായിട്ട് നമ്മുടെ റൂമിലുള്ള മിററും ബാത്റൂമിലതും അങ്ങനെ കാണുന്ന മിററെല്ലാം ഞാനിത് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ആക്കൽ. ഇതൊന്ന് സ്പ്രേ ചെയ്ത് അതിന് ശേഷം ഞാൻ ഒരു വെറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ ഇല്ലേ അതുകൊണ്ട് നല്ലോണം വൈപ്പ് പെയിൻറ്റിങ് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ റെഡ് ഹാർപ്പിക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബേസും അതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. ബ്രഷ് കൊണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ സെറ്റ് ആയില്ലേ. അപ്പോൾ നിങ്ങൾ പറ ഇത് മൊത്തത്തിൽ ക്ലീൻ ആയില്ലേ. സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല, വല്ലാണ്ടങ്ങ് ടൈം പോയിട്ടുണ്ട്. ചോറും കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടാ. നേരെ മക്കളെ സ്കൂളിലേക്ക് കൂട്ടാൻ പോയിട്ടുണ്ട്. നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടാ. അവർക്ക് വിശക്കുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം നന്നായിട്ട് പണിയെടുത്തുകൊണ്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും കൂട്ടി ഞാൻ നേരെ തട്ടടയിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ ഞാൻ ആദ്യം സ്ഥിരമായിട്ട് വരുന്നതാണ്. തൊട്ടപ്പുറം അമ്മനെ വോളിബോൾ കളിക്കാനെല്ലാം വരുത്തുണ്ടേനും. ഇപ്പം ഇല്ല കേട്ടാ. നല്ല മൊരുമൊരാന്ന് പൊരിക്കുന്നുണ്ട് കേട്ടാ. കോളിഫ്ലവർ ഇവിടുത്തെ സ്പെഷ്യലാണ്. ഈ ഒരു കോളിഫ്ലവർ കഴിച്ചിട്ടാണ് പിന്നെ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠനം നടത്തി അതുപോലെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അല്ലറ ചില്ലറ സാധനങ്ങളെന്ന് പറയില്ല, കൂടുതലൊന്നുമില്ല, 2 കോഴിക്കാല്. ഈ കോഴിക്കാലെന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് വിചാരിക്കണം കേട്ടാ. ഇത് കൊള്ളിക്കങ്ങനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കോഴിക്കാലെന്ന് ആര് പേരിട്ടതാണെന്ന് അറിയില്ല, പണ്ട് മുതലേ ആരോ ഇട്ട പേരാണ്. അത് നമ്മൾ പരമ്പരയായിട്ട് ഇങ്ങനെ തുടർന്ന് കൊണ്ടുവന്നാണ്. ഇത് കൊള്ളിക്കങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കോളിഫ്ലവർ 2 പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു പ്ലേറ്റിന് 30 രൂപയാണ്. ഇപ്പോൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് കഴിച്ചാൽ ഏടി എത്തൂല. ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു ചട്നി പോലെ ഒരു സോസ് ഉണ്ട്. പിന്നെ കിഴങ്ങ് പൊരിച്ചതുണ്ട്. അതാണ് 2 എണ്ണം വാങ്ങിച്ചിട്ടുള്ളത്. 2 പരിപ്പ് വട. നമ്മൾ 5-6 പേരുണ്ടെങ്കിലും ഞാൻ എല്ലാം കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്തിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ കോളിഫ്ലവർ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അമ്മനും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നേരെ ട്യൂഷന് പോക്കാണ്. പക്ഷേ ഇപ്പം പാൻറ്റിലും ഷൂയിലെല്ലാം നന്നായിട്ട് ചളി തെറിച്ചിട്ടുണ്ട്. കാരണം നല്ല മഴയാണ് പെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം മാറ്റി കുളിച്ചിട്ടെല്ലാം പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം തന്നെ ഞാൻ ചൂടാല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും സുലൈമാനീൻ്റെ ആൾക്കാരാണ്. ചെറിയ മോള് മാത്രം ഈ ഒരു കട്ടൻ ചായ കഴിക്കൂല. അവൾക്ക് പാൽച്ചായോ അല്ലെങ്കിൽ ബൂസ്റ്റോ അങ്ങനെയെല്ലാണ് വേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടെ കേട്ടാ. ഞാൻ കൊടുക്കാണ്ട് നിന്നിട്ടൊന്നുമല്ല, ഓളത് കുടിക്കലില്ല. പിന്നെ നിർബന്ധിച്ചിട്ടുമില്ല. ഈ ഒരു ടൈമിന് പച്ചവെള്ളമാണ് ഓള് കുടിക്കൽ. പിന്നെ ബിസ്ക്കറ്റ് എല്ലാം കഴിക്കുന്ന ടൈമിന് ചായ വേണം. കാരണം അതിൽ മുക്കിയിട്ടാണല്ലോ കഴിക്കുക. പിന്നെ അത് കുടിക്കുകയൊന്നുമില്ല, വെറും ബിസ്ക്കറ്റ് മുക്കേ മാത്രം. അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ വൈകുന്നേരത്തെ ഈവനിങ് ടീ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഉണ്ടാക്കിയതൊന്നും കയ്യല്ല. ഈ തട്ടുകടയിൽ ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ചൂടാല കഴിക്കണം. പിന്നെ അവിടെ മാറി തിരക്കായിരിക്കും, ഭയങ്കര തിരക്ക്. നമുക്ക് അവിടുന്ന് കഴിക്കാനൊന്നും പിന്നെ ടൈം ഉണ്ടാവില്ല. വേഗം ഞാൻ പാർസൽ വാങ്ങിയിട്ട് വരിക ചെയ്തത്. കാരണം അമ്മന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഓനെ അറിയൂല.
അത് കഴിഞ്ഞ് പിന്നെ എന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയിന്ന്. അതാ ഞാൻ പറഞ്ഞത് ഈ ഫുൾ ഡേ വീഡിയോ എടുക്കൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം അധികം എന്നോട് മറന്നു പോവും. പിന്നെയും ഞാൻ വീണ്ടും സ്റ്റാർട്ടാവും. ഏതായാലും തുടങ്ങിയതല്ലേ എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ രാത്രി ഫുൾ ക്ലീനിങ് ആണ് കേട്ടോ. ഉപ്പ വന്നിട്ടുണ്ടേനും. അപ്പം അങ്ങനെ ഫുൾ നമ്മൾ വണ്ടി വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. മഴയെല്ലാം പെയ്ത് നമ്മൾ ചളിയിലെല്ലാം പോയിട്ട് ഫുള്ളായിട്ട് മണ്ണെല്ലാം ആയിട്ടുണ്ട്. ഇതാ ഈ ചവിട്ടിയെല്ലാം കാണുന്നില്ലേ, അവർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്ന ടൈമിന് ഫുള്ള് മണ്ണെല്ലാം ആയതാണ്. അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് മുട്ടാന്നെല്ലാം വിചാരിച്ചു. അവനെ കൊണ്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഓനെ പിന്നെയും അകത്ത് പോവും, ഞാൻ മെല്ലെ കൂട്ടിക്കൊണ്ടുവരും കേട്ടാ. ഈ ക്ലീനിങ്ങിന് തുടക്കം കുറിച്ചത് ഉപ്പയാണ്. ഞാൻ എല്ലാം വിചാരിക്കും ഇത് മൊത്തം വണ്ടിയെല്ലാം ക്ലീൻ ചെയ്യണം, കാറ് വാഷ് ചെയ്യുന്ന സാധനം എടുത്തിട്ട് പുറത്തിടും കേട്ടാ. പിന്നെയും ഞാനത് എടുത്തിട്ട് ഉള്ളിലിടും. നാളെ 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 അങ്ങനെയാണല്ലോ നമ്മൾ എപ്പോഴും വിചാരിക്കല്. ഈ ഒരു സാധനം സൂപ്പറാണ്. ഞാൻ ഒരു 2 വർഷമായി വാങ്ങിച്ചിട്ട് ചവിട്ടിയും കിടങ്ങിൻ്റെ ഉള്ളിലെ പൂപ്പലല്ലേ അതെല്ലാം ഇതുകൊണ്ട് ക്ലീനായി കിട്ടും കേട്ടാ. ഇത് മുകളിൽ ആ ഒരു പൂപ്പലിട്ടെല്ലാം ക്ലീൻ ആക്കിയാണ്. പക്ഷേ അവിടെ കറണ്ടിൻ്റെ കണക്ഷൻ ഇല്ല, അതുകൊണ്ടാണ് പിന്നെ അത് ചെയ്യാണ്ടുന്നത്. അതാകുമ്പം വേഗം എളുപ്പമായി കിട്ടും. ഫിറ്റ് ചെയ്യേണ്ട പണിയുണ്ടെന്നേ ഉള്ളൂ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ആ ഒരു ടൈമിന് നല്ല എമൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടിയുടേനും ഫ്ലോപ്പ് ആവും. പക്ഷേ ഈ കാർച്ചറിൻ്റെ ഈ ഒരു ഐറ്റം നല്ലതാണ്. ഉപ്പ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതിനെ കൊണ്ടടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇളകിപ്പോ. ഇതിനെ കൊണ്ടല്ലേ ഇതാകുമ്പോ ഇത് പെയിന്റ് എല്ലാം അതിനെ കൊണ്ടടിച്ച് കഴിഞ്ഞാല് പെയിന്റ് എല്ലാം അതിനെ കൊണ്ടടിച്ച് കഴിഞ്ഞാല് അതെല്ലാം ഇളകിപ്പോ. ഇതിനെ കൊണ്ടല്ലേ ഇതിലൊക്കെ അടിക്കുന്നതാണെങ്കിൽ ചോറിന്റെ അടിക്കുന്നതാണെങ്കിൽ അത് നല്ലോണം കുറച്ച് ഉപ്പ ഇപ്പം ചെയ്യുന്നതിന് പവർ കുറവാണ്. മറ്റേ രണ്ടാമത് വേറൊന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതിന് ഭയങ്കര പവറാണ്. പെയിൻറ്റ് വരെ ഇളയിപ്പോന്നല്ലാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഈ ഒരു പൈപ്പ് ഇതാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ചെറുങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ പൈപ്പുമായിട്ട്. പിന്നെ അതിന് ശേഷം ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഫിറ്റ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ബ്രഷും ഉണ്ട് കേട്ടോ. നമുക്ക് നീട്ടി വലിച്ച് കൊണ്ടുവന്ന ബ്രഷും ഇതിൻ്റെ കൂടെ ഫിറ്റ് ആക്കിയിട്ട് നമുക്ക് കഴുകുകയും ചെയ്യാം. അത് എവിടെയോ വെച്ചത് ഓർമ്മയില്ല. മറ്റേനെ കൊണ്ടാന്ന് ഇതെല്ലാം ഇളയിപ്പോ. മറ്റേനെ കൊണ്ടാന്ന് ഇതെല്ലാം ഇളയിപ്പോ. മണ്ണെല്ലാം മുറ്റത്തുള്ള മണ്ണെല്ലാം അടിച്ചിങ്ങ് പോരുന്ന പറഞ്ഞ അത്രയും പവർ ഉണ്ട്. അത് അടുത്തുനിന്നാണെങ്കിൽ പിന്നെ പറയുകയും ചെയ്യേണ്ട, കുറച്ചൊരു ദൂരത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് ഞാൻ ഷാമ്പു കുറച്ച് ഇട്ടിച്ചിട്ട് അതൊന്ന് ലിക്വിഡ് ആക്കിയിട്ടാണ് നമ്മളെ ചവിട്ടിയെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യലാണ്. അതുപോലെ തന്നെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടക്കുകയും ചെയ്യുന്നുണ്ട് വണ്ടിയെല്ലാം. ആ പണിയും ഞാൻ അവനാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകുന്നുണ്ട്. അപ്പം ബൈക്കിൻ്റെ ചവിട്ടിയും കാറിനതും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ അത് ക്ലീനാക്കിയിട്ട് വണ്ടിയിൽ വെക്കുകയൊന്നുമില്ല. ഇത് ഞാൻ പിറ്റേന്നാണ് എടുത്ത് വെക്കുകയുള്ളൂ. ഇതൊന്നും ഉണങ്ങിയതിന് ശേഷം സാധാരണ ഞാൻ ആദ്യമെല്ലാം കാർ വാഷിംഗ് സെൻറ്ററിൽ കൊണ്ടു കൊടുക്കുക ചെയ്യല്. പക്ഷേ ഇപ്പം ഉപ്പ വരും, പിന്നെ നമ്മളെല്ലാ വണ്ടിയും കൂടിയിട്ട് കഴുകുക ചെയ്യുക. എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല. അപ്പം ഇത് കുറച്ച് പണിയല്ലേ എന്നെല്ലാം വിചാരിച്ച് അവിടെ വെക്കും. പിന്നെ അതിനായിട്ടൊന്ന് ഇറങ്ങണം, സമാധാനത്തിൽ ഇറങ്ങുമെന്ന് അറിയില്ലേ, അതുപോലെ തിരക്ക് പിടിച്ച് നമ്മുടെ അടുക്കളയിലെ പണീൻ്റെ എല്ലാം ഇടയിൽ വെച്ചിട്ട് ഇത് ക്ലീൻ ആക്കാനെല്ലാം ഇറങ്ങിയാൽ അത് നടക്കൂല. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ കാര്യമാണ്. പിന്നെ ഇതടിച്ചിട്ട് മാത്രം ക്ലീൻ ആക്കിയാൽ പോരാ കേട്ടോ. ഷാമ്പു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചിങ്ങെടുക്കും. പൊടിയെല്ലാം വലിച്ചെടുക്കുന്ന സാധനമുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടില്ല. നല്ല കമ്പനി ഏതാണെന്ന് അറിഞ്ഞും കൂടെ, ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ ഫുൾ സൂപ്പറായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടീൻ്റെ അടിയും എല്ലാവരും വാഷ് ചെയ്യുമല്ലോ. അത്ര പെർഫെക്റ്റ് ആവില്ലെങ്കിലും ഒരുവിധം നമുക്ക് ഇവിടുന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല ഏലിക്ക് വണ്ടീൻ്റെ ഉള്ളിലും സൈഡിലെല്ലാം എന്താവും ക്ലീൻ ആക്കാൻ പറ്റും. ഇവരിവിടുന്ന് പുറം വൃത്തിയാക്കുന്ന ടൈമിന് ഞാൻ ഉള്ളിൽ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് എല്ലാം നനച്ച് തുടച്ചെടുക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങും സീറ്റും എല്ലാം നന്നായിട്ട് പൊടിയെല്ലാം ഉണ്ടേനു കേട്ടോ. പിന്നെ മാക്സിമം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ അതുകൊണ്ടാണ് കാണിച്ചിട്ടുള്ളത്. മെയിൻ ഇവിടെ കുക്കിംഗ് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി രാത്രി ഇത് കഴിഞ്ഞിട്ട് വേണം കുക്കിംഗ് ചെയ്യാൻ. ഇനി ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണേ. പിന്നെ ഞാൻ ഈ കാർ വാഷ് ചെയ്യുന്ന സാധനം എനിക്ക് ഉപകാരപ്പെട്ടോണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ്. ഇനിയും പുതിയ പുതിയ വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ, അസ്സലാമ.